ജപ്പാനിൽ വീണ്ടും ശക്തമായ ഭൂചലനം. ഞായറാഴ്ച പുലർച്ചെയാണ് രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂചലനം ശക്തമായിരുന്നുവെങ്കിലും ഇതുവരെ ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജപ്പാൻ അധികൃതർ അറിയിച്ചു. ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കേണ്ട സാഹചര്യമില്ലെന്നും കടലോര മേഖലയിൽ തിരമാല ഭീഷണി നിലനിൽക്കുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ വിവരമനുസരിച്ച് പ്രാദേശിക സമയം രാവിലെ 5:21 ഭൂചലനമുണ്ടായത്. ഭൂമിക്കടിയിൽ ഏകദേശം 41 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു പ്രഭവ കേന്ദ്രം. അമോറി പ്രിഫെക്ചറിലെ ഹച്ചിനോഹെ നഗരത്തിലും ഇവാട്ടെ പ്രിഫെക്ചറിലെ ഹുഡായി ഗ്രാമത്തിലും ഭൂചലനത്തിന്റെ ആഘാതം കൂടുതൽ അനുഭവപ്പെട്ടു. ഈ പ്രദേശങ്ങളിൽ ജപ്പാനിലെ ഭൂചലന തീവ്രതാ മാനദണ്ഡ പ്രകാരം 5 തീവ്രത രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാന ഭൂചലനത്തിന് പിന്നാലെ ഹോക്കൈഡോ മുതൽ കാൻഡോ കോഷിൻ മേഖല വരെയുള്ള വിശാല പ്രദേശങ്ങളിൽ വിവിധ തീവ്രതകളിലുള്ള തുടർ ഭൂചലനങ്ങളും അനുഭവപ്പെട്ടു. എന്നാൽ പ്രാദേശിക സമയം രാവിലെ 7 മണിക്ക് ശേഷം ശക്തമായ ഭൂചലനങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഭൂചലനങ്ങളുടെ സാഹചര്യം ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയും ദുരന്ത നിവാരണ സംവിധാനങ്ങളും നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ 25 റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായ അതേ മേഖലയിലാണ് ഇപ്പോഴത്തെ ഭൂചലനവും അനുഭവപ്പെട്ടതെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി വ്യക്തമാക്കി. അതിനാൽ അടുത്ത ഒരാഴ്ചക്കാലം ചെറിയതോ മിതമായതോ ആയ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ അനാവശ്യ പരിഭ്രാന്തി ഒഴിവാക്കി ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അമേരിക്കൻ വാർത്താ ഏജൻസിയായ AP-യുടെ റിപ്പോർട്ട് പ്രകാരം സമീപ ദിവസങ്ങളായി വടക്കുകിഴക്കൻ ജപ്പാനിൽ തുടർച്ചയായി നിരവധി ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ടോക്കിയോയുടെ പടിഞ്ഞാറൻ മേഖലയിലും ശക്തമായ മറ്റൊരു ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു. ഭൂചലനങ്ങളുടെ ആവർത്തനം ശാസ്ത്രജ്ഞരും ദുരന്ത നിവാരണ ഏജൻസികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സമീപകാല ഭൂചലനങ്ങൾ അനുഭവപ്പെട്ട പ്രദേശങ്ങളിൽ പാറകൾ ഇടിഞ്ഞു വീഴുന്നതിനും മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നതിനുമുള്ള സാധ്യത കൂടുതലാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് മലനിരകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജപ്പാൻ ചുഴലിക്കാറ്റ് സീസണിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ മഴ ലഭിച്ചാൽ മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും സാധ്യത വർദ്ധിക്കുമെന്ന ആശങ്കയും അധികൃതർ പങ്കുവച്ചു. അതേസമയം ഭൂചലനത്തെ തുടർന്ന് സുനാമി ഉണ്ടാകുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് പ്രധാനമന്ത്രി സനെ തകൈച്ചി വ്യക്തമാക്കി. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായും ഏകോപനം നടത്തി സാഹചര്യം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചു. രാജ്യത്ത് സുനാമി ഭീഷണിയില്ല. സർക്കാർ സ്ഥിതിഗതികൾ നിരന്തരം അന്വേഷിച്ചു വരികയാണ്. ചെറുതോതിലുള്ള തുടർ ഭൂചലനങ്ങൾ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനും പൊതുജനങ്ങൾക്ക് സമയബന്ധിതവും വിശ്വസനീയവുമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ എല്ലാ ദുരന്ത പ്രതികരണ നടപടികളും സ്വീകരിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തുടർ ഭൂചലനങ്ങളുടെ സാധ്യത പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ദുരിതബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും സർക്കാർ വീണ്ടും അഭ്യർത്ഥിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. പസഫിക് അഗ്നിവളയത്തിലെ ഭാഗമായതിനാൽ ഭൂമിയുടെ ടെക്ട്രോണിക് ഫലങ്ങൾ തമ്മിലുള്ള ചലനങ്ങൾ ഇവിടെ പതിവായി ശക്തമായ ഭൂചലനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂചലനങ്ങളെ നേരിടാൻ അത്യാധുനിക മുന്നറിയിപ്പ് സംവിധാനങ്ങളും ദുരന്ത നിവാരണ സംവിധാനങ്ങളും രാജ്യത്ത് സജ്ജമാണെങ്കിലും ഓരോ ഭൂചലനത്തിന്റെയും പശ്ചാത്തലത്തിൽ അധികൃതർ അതീവ ജാഗ്രതയോടെയാണ് സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.